ന്യൂസ് ട്രെൻഡ്സ് തുടരുകയാണ്. സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മുന്നണി മാറ്റങ്ങളെക്കുറിച്ചും ഏതാണ്ട് ചർച്ചകളൊക്കെ ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. അതൊക്കെ പൂർണ്ണമായും ഏതാണ്ട് കേരള കോൺഗ്രസിനെ കേന്ദ്രീകരിച്ചാണ് ഒരുപക്ഷെ അത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെങ്കിൽ അത് ഉരുത്തിരിഞ്ഞു വരിക. കാരണം അവർക്ക് LDF-ൽ ഒരുപാട് അസംതൃപ്തികളുണ്ട്. ഈ ലോക്സഭാ സീറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ സംഭവവികാസങ്ങൾ അവരെ അത്തരത്തിൽ ചിന്തിപ്പിക്കുന്ന മട്ടുണ്ട്. മറ്റൊന്ന്, ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പുണ്ടായ വലിയ തോൽവി ജോസ് കെ മാണിയുടെ കോട്ടയത്തെ അസ്തിത്വത്തെ പോലും ചോദ്യം ചെയ്ത തരത്തിൽ വളർന്ന പശ്ചാത്തലമുണ്ട്. മറുവശത്ത് ജോസഫ് വിഭാഗം സംസ്ഥാന പാർട്ടിയായി മാറുന്നു. അവർക്കൊരു MP-യെ കിട്ടുന്ന സാഹചര്യമൊക്കെ ഇതിനോട് ചേർത്ത് വായിക്കണം. ഇതിനിടയിൽ മറ്റൊരു വിവരം പുറത്തു വരുന്നത് ജോസ് കെ മാണിക്ക് ഓഫർ വെച്ച് BJPയും എന്നുള്ളതാണ്. രാജ്യസഭാ MP സ്ഥാനവും കേന്ദ്രമന്ത്രി പദവും വാഗ്ദാനം ചെയ്യുന്നു. ഉപാധികളിൽ പ്രാഥമിക ചർച്ചകൾ നടന്നതായ വിവരവും പുറത്തുവിടുന്നുണ്ട്. ഇടതുമുന്നണി രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ജോസ് കെ മാണി എത്തുമെന്ന പ്രതീക്ഷയിലാണ് BJP നീക്കം. ജോസ് വന്നാൽ മധ്യകേരളത്തിൽ പല നിയമസഭാ സീറ്റുകളും പിടിച്ചെടുക്കാം എന്ന വിലയിരുത്തലിലാണ് BJP നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ സാഹചര്യം ഉപയോഗപ്പെടുത്തി തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നേട്ടമുണ്ടാക്കാമെന്നും BJP വിലയിരുത്തുന്നു. BJPയിലേക്ക് സമീപകാലത്തെത്തിയ PC ജോർജ് ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്ത് ഇന്നലെ നിലപാടെടുത്തതും നമ്മൾ കണ്ടിരുന്നു. ജോസ് കെ മാണിയുടെ ഇടത് പ്രവേശനത്തെക്കുറിച്ച് ആദ്യ വാർത്ത നൽകിയതും News 18 തന്നെയാണ്. ശ്രീജിത്ത് വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ശ്രീജിത്ത്, ഇത് ഇപ്പോൾ ഒരുപക്ഷെ ഒരു ചാഞ്ചാട്ടം ജോസ് കെ മാണിക്കുണ്ടായേക്കാം. അതിനുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങൾ മധ്യകേരളത്തിലുണ്ട് താനും. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പരാജയവും ഒപ്പം കയ്യിലിരിക്കുന്ന രാജ്യസഭാ സീറ്റ് ഇടതുമുന്നണി CPIക്ക് വേണ്ടി ഏറ്റെടുക്കുന്നതുമൊക്കെ ചർച്ചയായിരുന്നു കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി. അതുകൊണ്ട് അങ്ങനെ തന്നെ ആകാനും സാധ്യതയുണ്ട്. പക്ഷേ ഇന്നലെ നമ്മൾ കേട്ടതാണ് കേരള കോൺഗ്രസ് നേതാവിൻ്റെ പ്രതികരണം. ജോബ് മൈക്കിളുടെ പ്രതികരണം കേട്ടിരുന്നു. 2 MP-മാരുമായി ഇടതുമുന്നണിയിലേക്ക് വന്ന പാർട്ടിയാണ് ഞങ്ങൾ എന്ന് ഓർക്കണം എന്ന തരത്തിൽ ആ അസംതൃപ്തി അവിടെ പുകയുന്നുണ്ട്. പക്ഷേ BJPയുടെ ഓഫർ അവർക്ക് മുന്നിൽ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇപ്പോൾ ശ്രീജിത്ത് പുറത്തുവിടുന്നത്. അതിൻ്റെ സാഹചര്യം എന്താണ്? പ്രാഥമിക ചർച്ചകളിൽ എന്തെങ്കിലും തരത്തിലുള്ള മുന്നോട്ട് പോക്ക് ഇതിനുണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, അതിനുള്ള സാഹചര്യം ഇപ്പോഴത്തെ കേരളത്തിലെ പൊളിറ്റിക്കൽ സാഹചര്യം തന്നെയാണ് ഇതിൽ ഏറ്റവും നിർണായകമായി മാറിയിരിക്കുന്നത്. തൃശ്ശൂരിൽ BJP വിജയിച്ചു. ആറ്റിങ്ങലും തിരുവനന്തപുരവും ആലപ്പുഴയും പോലുള്ള വിവിധ മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ വോട്ട് വർദ്ധിപ്പിക്കുകയും ചെയ്തു. BJPയുടെ ഒരു കൃത്യമായ കണക്ക് ഇതാണ്. അതായത് ഈ തൃശ്ശൂർ അടക്കം ക്രൈസ്തവ വോട്ടുകൾ കൃത്യമായി ലഭിച്ചതുകൊണ്ടാണ്, വലിയ തോതിൽ ലഭിച്ചതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നും അവർ കണക്ക് കൂട്ടിയാണ്. മറ്റു മണ്ഡലങ്ങളിലെ വോട്ട് വർധനയിലും ക്രൈസ്തവർക്ക് പങ്കുണ്ട് എന്നും BJP കരുതുകയാണ്. അതായത് കുറെ കാലമായി BJP നടത്തിയിരിക്കുന്ന ശ്രമങ്ങൾ അത് വിജയം കാണുന്നു എന്നതാണ്. ഇപ്പോൾ ആറ്റിങ്ങൽ V മുരളീധരന്റെ പ്രചരണം ഉൾപ്പെടെ ഒരു മണ്ഡലം കേന്ദ്രീകരിച്ച് കാര്യമായി പ്രവർത്തിച്ചാൽ ഗുണമുണ്ടാകാം, നേട്ടമുണ്ടാകാം. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 30 സീറ്റ് ഒക്കെ നേടുന്ന നിലയിലേക്ക് ഭാവിയിൽ എത്താനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു പൊതു സാഹചര്യം, നമുക്കറിയാം രഞ്ജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇടതുമുന്നണിയിൽ രാജ്യസഭാ സീറ്റ് ലഭിക്കാനുള്ള സാധ്യതയുമില്ല. ഫലത്തിൽ ജോസ് കെ മാണി ആകെ പ്രതിസന്ധിയിലാകുന്ന ഒരു സ്ഥിതിയിലേക്ക് കാര്യം എത്തുന്നുണ്ട്. കാരണം കടുത്തുരുത്തിയും പാലയുമാണ് കേരള കോൺഗ്രസിന്റെ തട്ടകമായ കോട്ടയത്ത് വളരെ പ്രാധാന്യത്തോടെയുള്ള 2 മണ്ഡലങ്ങൾ, അവർക്ക് അണികളുള്ള വോട്ടുള്ള മണ്ഡലങ്ങൾ. ആ 2 മണ്ഡലങ്ങളിലും കേരള കോൺഗ്രസ് എമ്മിന്റെ 2 ചിഹ്നം മത്സരിച്ചിട്ടും പരാജയപ്പെടുന്നു. 2ഇടത്തും ഏതാണ്ട് 11,000 12,000 ഒക്കെ ലീഡുകൾ വരികയും ചെയ്യുന്നു. ഇനി ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും പാലയിലോ കടുത്തുരുത്തിയിലോ മത്സരിച്ചാൽ ഒരുപക്ഷെ ജോസ് കെ മാണി വീണ്ടും വിജയിക്കും എന്ന് ഉറപ്പാകുന്ന ഒരു സാഹചര്യം എന്തായാലും ഈ ഘട്ടത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെയാണ് BJP നേതൃത്വം ഒന്ന് കയറി ഫോർവേഡ് കളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ജോസ് കെ മാണിക്ക് രാജ്യസഭാ പദവി, ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി സ്ഥാനം, ഈ 2 ഓഫറുകളാണ് BJP അനൌദ്യോഗികമായി ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളുമായി സംസാരിച്ച് ഒരു ഡീലിന് തുടക്കമിട്ടത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് ജോസ് കെ മാണി മുന്നണിയിലെത്തിയാൽ മധ്യ കേരളത്തിലെ പല സീറ്റുകളിലും നേട്ടമുണ്ടാക്കാം എന്നും അവർ കരുതുകയാണ്. ഈ പാല ഉൾപ്പെടെയുള്ള സീറ്റുകളിൽ BJPക്കും ഏതാണ്ട് 27,000-ഓളം വോട്ടുകൾ പിടിച്ച സാഹചര്യമുണ്ട്. N ഹരി മത്സരിച്ചപ്പോൾ 25,000 കിട്ടിയ സാഹചര്യമുണ്ട്. അതിൽ കേരള കോൺഗ്രസ് വോട്ടുകൾ കൂടി ചേർന്നാൽ അവിടെ നിയമസഭാ മണ്ഡലങ്ങൾ അടക്കം പിടിക്കാൻ കഴിയുന്ന സാഹചര്യവുമുണ്ട്. ഈ
മണിപ്പൂർ വിഷയമൊക്കെ കത്തി നിൽക്കുമ്പോൾ ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് പോയി എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. അതും ജോസ് കെ മാണിക്കും ഒരു ആശ്വാസം നൽകുന്നതാണ്. കാരണം പോയാൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ ഭയങ്കര തിരിച്ചടി ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയ്ക്ക് വലിയ പ്രസക്തിയില്ല എന്നും ഈ തെരഞ്ഞെടുപ്പ് ഫലം തിരിച്ചറിയുകയാണ്. രണ്ടാമത്തെ സാധ്യതയാണ് രഞ്ജിത്ത് നേരത്തെ പറഞ്ഞതുപോലെ LDF-ൽ രാജ്യസഭാ സീറ്റ് കിട്ടാതെ വന്നേക്കാം എന്നുള്ള സാഹചര്യം. അപ്പോൾ വീണ്ടും അതൊരു മുന്നണി ആകെ പ്രതിസന്ധിയിലാക്കുന്ന നിലയിലേക്ക് പോകും. UDF-ലേക്ക് മടങ്ങാനുള്ള ഓഫറുകൾ നേരത്തെ തന്നെ വന്നിട്ടുള്ളതാണ്. പക്ഷേ അതിലൊന്ന് ആലോചിച്ച് തീരുമാനിക്കാനാണ് ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ തീരുമാനമെന്നാണ് നമുക്ക് ലഭ്യമാകുന്നത്. ജോസ് കെ മാണി നേരിട്ടാണോ ഇത്തരം ചർച്ചകൾ ജോസ് കെ മാണിയെ നേരിട്ടാണോ ഈ BJP വൃത്തങ്ങൾ സമീപിച്ചത്, അതോ ഇടനിലക്കാർ വഴിയുള്ള നീക്കമായിരുന്നു? നമുക്കറിയാം, നേരത്തെ മധ്യകേരളം കേന്ദ്രമാക്കി ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ പാർട്ടിയിലേക്ക് BJP വിത്തെറിഞ്ഞിരുന്നു. പക്ഷെ അത് കിളിച്ചില്ല, ഫലം കണ്ടില്ല, പുഷ്പിച്ചില്ല. അങ്ങനൊരു വിഷയം നമ്മൾ കണ്ടതാണ്. ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന പല ആൾക്കാരും തിരിച്ച് കേരള കോൺഗ്രസുകളിലേക്ക്, ജോണി നെല്ലൂരിനെ പോലുള്ളവരൊക്കെ മടങ്ങുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ ജോസ് കെ മാണിയോട് നേരിട്ട് ഈ വിഷയം സംസാരിക്കത്തക്ക വിധത്തിൽ ഈ വിഷയം വളർന്നു എന്ന് കരുതാൻ സാധിക്കുമോ ഈ ഘട്ടത്തിൽ, ശ്രീജിത്ത്? രഞ്ജിത്ത്, ഇതില് ഇത്തരം ഓഫറുകൾ ജോസ് കെ മാണിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇരു പാർട്ടി നേതൃത്വവും ഔദ്യോഗികമായി ഈ ഘട്ടത്തിൽ ഇതിനോട് പ്രതികരിക്കാൻ തയ്യാറല്ല. കാരണം ജോസ് കെ മാണിയെ സംബന്ധിച്ച് ഇടതുമുന്നണിയിൽ ഇപ്പോഴും നിൽക്കുകയാണ്. ഈ രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതിനു മുൻപ് ഏതെങ്കിലും തരത്തിൽ ഇതിന് അനുകൂലമായൊരു പ്രതികരണമോ അല്ലെങ്കിൽ BJP അനുകൂല പ്രസ്താവനയോ ഒന്നും നടത്താൻ ജോസ് കെ മാണിയും തയ്യാറല്ല. പക്ഷെ ജോസ് കെ മാണിയിലേക്ക് ഈ ഒരു ഓഫർ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. BJP തന്നെയാണ് അതുമായി മുന്നോട്ട് പോയത് എന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിയായിരിക്കും, അതിൽ വ്യക്തത വരുന്നതോടുകൂടിയായിരിക്കും ഇക്കാര്യത്തിലൊരു എന്താണ് ഇനി അന്തിമമായി സംഭവിക്കുക എന്ന് സംബന്ധിച്ചൊരു വ്യക്തത വരിക. ഒരു കാര്യം തീർത്തു പറയാം, BJP ജോസ് കെ മാണിയെ ആഗ്രഹിക്കുന്നു, കേരള കോൺഗ്രസ് എമ്മിനെ ആഗ്രഹിക്കുന്നു. പക്ഷെ അപ്പോഴും പല പ്രതിസന്ധികൾ അവിടെയുമുണ്ട്. ജോസ് കെ മാണിക്ക് ഉൾപ്പെടെയുള്ളവർക്കറിയാം, ഇപ്പോൾ റോഷി അഗസ്റ്റിനെ പോലുള്ളവർ BJP-യിലേക്ക് പോകാൻ സാധ്യതയില്ല. ഇപ്പോൾ സംസ്ഥാന മന്ത്രിസഭയിൽ നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതേസമയം തന്നെ ഡോക്ടർ N ജയരാജിന്റെ സാഹചര്യം എന്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് അദ്ദേഹം എന്ത് നിലപാടെടുക്കുമെന്ന് ഇനിയും വ്യക്തതയില്ല. പ്രത്യേകിച്ച് റോഷിയുമായി ചേർന്ന് നിൽക്കുന്നുണ്ട് ജയരാജ്, പക്ഷേ ജോസ് കെ മാണിയുടെയും അടുപ്പക്കാരൻ തന്നെയാണ്. അവിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഡോക്ടർ N ജയരാജ് വിജയിക്കുന്നതടക്കം BJP-യുടെ വലിയ പിന്തുണ വോട്ടുകളിൽ ഉണ്ട് എന്നാണ്. അതോടെ BJP-യിലേക്ക് എത്തിയാൽ പോലും ഒരുപക്ഷെ ആ മണ്ഡലം പിടിച്ചെടുക്കാം എന്ന വിലയിരുത്തൽ തന്നെ ആ പാർട്ടിക്കുണ്ട്. എന്തായാലും രഞ്ജിത്ത്, ഇതൊരു പ്രാഥമിക ചർച്ചകളാണ്. ഇനി കേരളത്തിൽ ഉരുത്തിരിയുന്ന രാഷ്ട്രീയ സാഹചര്യമൊക്കെ അനുസരിച്ചായിരിക്കും ഇതിൽ പ്രധാനപ്പെട്ടത്. ജോസ് കെ മാണിയെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രി പദം നേരത്തെ ആഗ്രഹിച്ചതാണ് എന്ന ആരോപണങ്ങൾ പുറത്തു വന്നിരുന്നു. PC ജോർജ് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ അതുണ്ട്. അതായത് UDF സർക്കാരിന്റെ കാലത്ത് KM മാണിയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു സമയത്ത് അതിൽ നിന്ന് ജോസ് കെ മാണിയാണ് പിന്തിരിപ്പിച്ചത്. അത് തൊട്ടടുത്ത UPA സർക്കാരിൽ ജോസ് കെ മാണിക്ക് കേന്ദ്രമന്ത്രി പദവി കിട്ടും എന്നുള്ള കാര്യം എന്ന നിലയിലായിരുന്നു ആ ചർച്ചകൾ ആ ഘട്ടത്തിൽ മറ്റൊരു സംശയമുള്ള ശ്രീജിത്ത്, ഈ ജോസ് കെ മാണിക്കാണല്ലോ ഇങ്ങനെയൊരു ഐക്യം സാധ്യമായാൽ, BJP-യുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടായാൽ ജോസ് കെ മാണിക്കാണല്ലോ വ്യക്തിപരമായി പ്രയോജനം ഉണ്ടാകുക. MP സ്ഥാനം കിട്ടും, ഒപ്പം മന്ത്രിസ്ഥാനം, കേന്ദ്രമന്ത്രിസ്ഥാനം, ക്യാബിനറ്റ് റാങ്കോട് കൂടിയൊക്കെ ഉറപ്പാണ്. കാരണം മധ്യകേരളത്തിലെ ശക്തമായ പാർട്ടിയാണ്. നേരത്തെ പറഞ്ഞ പോലെ BJP വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു വധുവുമാണ്. ഇവിടെ ജോസ് കെ മാണി ഇങ്ങനെയൊരു സംവിധാനം ഉണ്ടായാൽ അത് ഒരു നെടുക പിളർപ്പിലേക്ക് ഈ കേരള കോൺഗ്രസ് എമ്മിനെ നയിക്കില്ലേ? സ്വാഭാവികമായും LDF മന്ത്രിസഭയിൽ ഒരു മന്ത്രിസ്ഥാനമുള്ള കക്ഷിയാണ് ജോസ് കെ മാണിയുടെ കക്ഷി. അവിടെ ഇപ്പോൾ തന്നെ ആ പാർട്ടിയിൽ അസ്വാരസ്യങ്ങളുണ്ട് എന്ന വിവരങ്ങൾ ചില ഘട്ടങ്ങളിൽ മാധ്യമപ്രവർത്തകരൊക്കെ പങ്കുവെക്കുന്നുണ്ട്. പാർട്ടി കേന്ദ്രങ്ങളും പങ്കുവെക്കുന്നുണ്ട്. പലതരത്തിൽ രാഷ്ട്രീയ നീക്കങ്ങൾ അല്ലാതെ നടക്കുന്നുണ്ട്. UDF-ലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമുണ്ട് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇങ്ങനൊരു ഓഫർ അത് സാധ്യമായാൽ നെടുകെ ഒരു പിളർപ്പ്, ഒരു ഭാഗം മാത്രം BJP-യിലേക്ക് പോവുക, മറുഭാഗം LDF-ന്റെ UDF-ന്റെ ഭാഗമാവുക, അങ്ങനെയല്ലേ വിചാരിക്കേണ്ടത്? രഞ്ജിത്ത്, സ്വാഭാവികം അങ്ങനെയൊക്കെയാണ് കേരള കോൺഗ്രസ് രാഷ്ട്രീയം. അങ്ങനെയൊക്കെ ഒരു പാർട്ടിയായി നിന്നിട്ട് ഒരുമിച്ച് തന്നെ പോകണം എന്നൊന്നുമില്ല. അതിൽ നിന്ന് വിഘടിച്ചു പോകാം. പിളർപ്പുകൾ സാധാരണമാണ്. എന്തായാലും ഇവർ ആഗ്രഹിക്കുന്ന ജോസ് കെ മാണിയെ മുന്നണിയിലേക്ക് എത്തിക്കുക. ജോസ് കെ മാണിക്കൊപ്പം പരമാവധി MLA, ഇപ്പോൾ റോഷിയെ പോലുള്ളവർ എത്തുമെന്നുള്ള ഒരു പ്രതീക്ഷ അവർക്ക് ഇല്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ജോസ് കെ മാണിയെ പോലെ ഒരു ഫിഗർ BJP-യിലേക്ക് എത്തുന്നത് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ജോസ് കെ മാണിക്ക് മാത്രമല്ല, അത് BJP-ക്കും ഗുണമാണ് എന്ന് BJP കരുതുന്നുണ്ട്. പ്രത്യേകിച്ച് അത് ഈ ഒരു കോട്ടയം മധ്യകേരളം മാത്രം ലക്ഷ്യം വെച്ചല്ല, ഈ
ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലും ഒരു വോട്ട് ബേസ് അത് ക്രൈസ്തവർക്കിടയിലും ഉണ്ടാക്കിയെടുക്കണമെന്ന് BJP കരുതുന്നുണ്ട്. അവർ നടത്തിയ പരീക്ഷണങ്ങളെല്ലാം വിജയമാണ് എന്നൊരു എന്താ പറയുക, ഒരു ആത്മവിശ്വാസവും അവരെ സംബന്ധിച്ചുണ്ട്. അതാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ഒരു ചർച്ചയിലേക്ക് BJP നേതൃത്വത്തെ വെച്ചിരിക്കുന്നത്. ഇതിലൊരു അന്തിമമായ തീരുമാനം എന്തായാലും ഉടൻ ഉണ്ടാകുമെന്ന് കരുതാൻ വയ്യ. പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ ഇനി രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യം എല്ലാം പ്രധാനപ്പെട്ടതായിരിക്കും. ജോസിന് രാജ്യസഭാ സീറ്റ് നൽകിയില്ലെങ്കിൽ ഈ തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത അല്പം കൂടുതലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഫലത്തിൽ ജോസ് കെ മാണിക്കും ഇത് പ്രധാനപ്പെട്ട ഒരുപക്ഷെ പാർലമെന്ററി പൊളിറ്റിക്സിൽ കുറച്ച് പ്രധാനപ്പെട്ട ഒരു പദവി കൂടിയായിരിക്കും. കേന്ദ്രമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് BJPയിൽ നിന്ന്, ഭരിക്കുന്ന NDAയിൽ നിന്ന് ലഭിക്കുക എന്നുള്ളത്. എന്തായാലും ഇക്കാര്യത്തിൽ തീരുമാനങ്ങൾ ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത ഇത്തരത്തിലൊരു പ്രാഥമികമായ ചർച്ചകൾ ഇക്കാര്യത്തിൽ തുടങ്ങിക്കഴിഞ്ഞു. BJP വളരെ കാര്യമായി, വളരെ സീരിയസ് ആയി ജോസ് കെ മാണിയെ ഒപ്പം എത്തിക്കാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. ജോസ് കെ മാണി ഇതിനോട് നോ പറഞ്ഞിട്ടില്ല എന്നാണ്, അതായത് അനൗപചാരികമായി നടന്ന ചർച്ചകളിൽ നോ പറഞ്ഞിട്ടില്ല എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഒരുപക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിച്ച ശേഷം, ഇനി ദിവസങ്ങളിലെ ഇടതുമുന്നണിയിലെ ചർച്ചകളൊക്കെ കൂടി പരിഗണിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമമായ വ്യക്തത വരിക. എന്തായാലും ഒരു പാർട്ടി നേതൃത്വത്തിനും ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് അങ്ങനെ പ്രതികരിക്കാൻ കഴിയുന്ന സാഹചര്യവുമല്ല. പക്ഷേ PC ജോർജ് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, കേരള കോൺഗ്രസ് പിരിച്ചുവിട്ടിട്ട് അവർ BJP ലയിക്കുകയാണ് നല്ലത് എന്ന അഭിപ്രായം ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവരെ, PJ ജോസഫിനെയും അദ്ദേഹം സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു, മാണി സി കാപ്പനെ സ്വാഗതം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ മാണി സി കാപ്പനെയൊക്കെ ഒപ്പമെത്തിക്കാൻ വളരെ മുൻപ് തന്നെ പല ശ്രമങ്ങളും നടത്തിയതാണ്. പക്ഷെ കാപ്പൻ ആ ഘട്ടത്തിൽ അതിനോട് വഴങ്ങിയിരുന്നില്ല. പ്രത്യേകിച്ച് മണിപ്പൂർ വിഷയം ഉൾപ്പെടെ ഉയർന്നു വന്ന സമയത്ത് സഭകൾക്കിടയിൽ വലിയ അതൃപ്തി BJP നേതൃത്വത്തോടുണ്ടായിരുന്നു. പക്ഷെ അതേ മണിപ്പൂർ കത്തി നിൽക്കുമ്പോൾ തന്നെയാണ് BJPക്ക് കേരളത്തിൽ വലിയ രീതിയിൽ വോട്ട് ഷെയർ കൂട്ടാനും കഴിഞ്ഞത്. BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുകയും ചെയ്തു. അതിന് ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ വലിയ ശ്രീ ജോർജ് പൊടിപ്പാറ തുടരുക. മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് പൊടിപ്പാറ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇതൊരു ഈ ഇത്തരത്തിലുള്ള ചർച്ചകൾ എന്തായാലും പലതരത്തിൽ നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന സൂചന. അതായത് BJPക്കും ജോസ് കെ മാണിയിൽ കണ്ണുണ്ട്. സമീപകാലത്തെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ജോസ് കെ മാണിക്ക് നിരവധിയായ, വ്യക്തിപരമായെങ്കിലും നിരവധിയായ അസംതൃപ്തികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഈ കേരള കോൺഗ്രസിനെ ഒരു വിഭാഗത്തെയെങ്കിലും BJPയിൽ എത്തിക്കാൻ ഉതകുന്ന ചർച്ചകളാണോ ഇപ്പോൾ നടക്കുന്നത്? ജോസ് കെ മാണിയുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞു വരുന്നത്. അതില് സ്വാഭാവികമായിട്ടും അവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇടതുമുന്നണിയുമായിട്ട് തുടർന്ന് പോകാൻ ജോസ് കെ മാണിക്ക് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകളുണ്ട്. ഒന്ന്, ഈ രാജ്യസഭാ സീറ്റിന്റെ പ്രശ്നം. ആ രാജ്യസഭാ സീറ്റ് വിട്ടുകൊടുക്കാൻ ഇടതുമുന്നണിക്ക് ബുദ്ധിമുട്ടാണ്. CPI പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും CPI എല്ലാ തവണയും കേരള കോൺഗ്രസ് എമ്മിന് വേണ്ടി ത്യാഗം സഹിക്കാൻ CPIയോട് ആവശ്യപ്പെടാൻ പ്രായോഗികമായിട്ട് CPM-ന് ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും അതിനകത്തൊരു കൺസെൻസസ് ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ്. മാത്രമല്ല, അങ്ങനെ ഉണ്ടാകണമെങ്കിൽ CPM ഈ കുറി രാജ്യസഭാ സീറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ആ സീറ്റ് ജോസ് കെ മാണിക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന ഒരു സാധ്യതയാണ് ഞാൻ കാണുന്നത്. അതത്ര എളുപ്പമല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, ലോക്സഭയിൽ ഇത്തവണ പാർട്ടിക്ക് അംഗത്വം ഇല്ല. തോമസ് ചാഴികാടന്റെ കോട്ടയത്തെ പരാജയത്തോടു കൂടി ലോക്സഭയിൽ അംഗത്വമില്ല. നിലവിലുണ്ടായിരുന്ന ജോസ് കെ മാണിയുടെ കാലാവധി തീർന്നതോടുകൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇപ്പോൾ രാജ്യസഭാ അംഗത്വമില്ല. അപ്പോൾ ലോക്സഭയിലും രാജ്യസഭയിലും ഫലത്തിൽ പാർലമെന്റിൽ പ്രാതിനിധ്യമില്ലാത്ത, ഇന്ത്യ മുന്നണിയിലെ ഒരു ഘടകകക്ഷിയാണ് എങ്കിൽ പോലും പാർലമെന്റിൽ പാർട്ടിക്ക് പ്രാതിനിധ്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അത് ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പ്രശ്നമാണ്. മറുവശത്ത് ജോസഫ് ഗ്രൂപ്പിനാവട്ടെ ഇപ്പോൾ കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലൂടെ പാർലമെന്റിൽ അല്ലെങ്കിൽ ലോക്സഭയിൽ പ്രാതിനിധ്യവും കിട്ടിയിരിക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, അതിനേക്കാൾ എല്ലാം പ്രധാന പ്രശ്നം, ഈ പാർലമെന്റ് മെമ്പർഷിപ്പ് ഇല്ല എന്നുള്ളതിന് അപ്പുറത്ത് ഇടതുമുന്നണിയുടെ കൂടെ നിന്ന് ദയവായി തുടരുക. ശ്രീ BJP നേതാവ് ഷോൺ ജോർജ് കൂടി ടെലിഫോൺ ലൈനിൽ ഉണ്ട്. ഷോൺ, ഇങ്ങനെ ഒരു സാധ്യത കൂടി തുറക്കുകയാണ് മധ്യ കേരളത്തിൽ. BJPക്കും ജോസ് കെ മാണിയിൽ കണ്ണുണ്ട്. സ്വാഭാവികമായും ജോസ് കെ മാണി NDA മുന്നിലേക്ക് വരികയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക NDAക്ക് തന്നെ ആയിരിക്കും. ജോസ് കെ മാണി സമ്മതം മൂളിയാൽ നടക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടോ ഇപ്പോൾ? ഈ ഒരു ഘട്ടത്തിൽ ആ വാർത്തയുടെ ആധികാരികതയെ സംബന്ധിച്ച് എനിക്ക് സംശയമുണ്ട്. പക്ഷേ BJP വിപുലീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. എല്ലാ അത്തരത്തിൽ ഏത് വ്യക്തി കടന്നു വന്നാലും നമ്മൾ സ്വാഗതം ചെയ്യും. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം മധ്യകേരളത്തിലെ കഴിഞ്ഞ ഒരു കേരള കോൺഗ്രസ് ഉണ്ടായ കാലഘട്ടം മുതൽ 6 പതിറ്റാണ്ട് കാലം എടുത്താൽ കോട്ടയം, പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിന്
ഏറ്റവും അധികം മൂല്യച്യുതി ഉണ്ടായിട്ടുള്ളൊരു കാലഘട്ടമാണ്. അപ്പോൾ ഏത് ഓപ്ഷനും അവർ പരീക്ഷിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും എനിക്കുമില്ല. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അത്തരം ചർച്ചകൾ നടന്നു എന്ന് പറയുന്നത്, കാരണം ഇപ്പോഴത്തെ ഒരു മന്ത്രിസഭാ രൂപീകരണത്തില് ഇപ്പം ഈ വാർത്ത ഇപ്പൊ ഞാൻ കണ്ട ഇപ്പൊ രാജ്യസഭയിലേക്ക് സീറ്റ് കൊടുക്കും. ഇപ്പം ഗവൺമെന്റിനെ സംബന്ധിച്ചോ BJP സംബന്ധിച്ചോ അതിന്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇതൊന്നും അല്ല. ശേഷം ഇനിയുള്ള കാലഘട്ടങ്ങളിൽ തീർച്ചയായിട്ടും കേരള കോൺഗ്രസ് എമ്മിൽ നിന്ന് തന്നെ കേരള കോൺഗ്രസിന്റെ പാരമ്പര്യത്തിൽ നിൽക്കുന്ന ആളുകളിൽ നിന്നും വലിയൊരു ഒഴുക്ക് മധ്യകേരളത്തിൽ BJP ഉണ്ടാവും. തീർച്ചയായിട്ടും ഏത് കേരള കോൺഗ്രസുകൾ BJP ഭാഗമായി കടന്നു വന്നാലും അതിനെ BJP ഇത് ഞാൻ ആധികാരികമായിട്ട് പറയാൻ സംസ്ഥാന തലത്തിലോ അല്ലെങ്കിൽ ദേശീയ തലത്തിലോ ചർച്ച ചെയ്ത് ഞങ്ങൾക്കാർക്കും നിർദ്ദേശം കിട്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഏതെങ്കിലും അങ്ങനെയുള്ള ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല ഇതിനെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് ചർച്ചകൾ കേരളത്തിൽ മുന്നണി വിപുലീകരണവും അതുപോലെ തന്നെ പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രത്യേകിച്ച് മധ്യകേരളത്തിൽ നമുക്ക് കഴിഞ്ഞ തൃശ്ശൂരിന്റെ റിസൾട്ട് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, ന്യൂനപക്ഷ വിഭാഗങ്ങൾ വലിയ രീതിയിൽ BJP-യിലോട്ട് അടുക്കുന്നു. കേരളത്തിലെ 3% വോട്ട് വർധനവിൽ വലിയ രീതിയിലുള്ള ന്യൂനപക്ഷ വോട്ടുകൾ കടന്നു വന്നിട്ടുണ്ട് എന്നുള്ളത് BJP-ക്ക് ബോധ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന പാർട്ടികളെയും അതുപോലെ അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളെയും എല്ലാം BJP-യുടെ പക്ഷത്തേക്ക് മധ്യകേരളത്തിൽ ഇപ്പോൾ BJP-യുടെ മുഖമെന്ന് പറഞ്ഞു, ന്യൂനപക്ഷ മുഖം അല്ലെങ്കിൽ ആ സംവിധാനത്തിന്റെ ഭാഗമെന്ന് പറയുന്നത് താങ്കളും പിതാവ് PC ജോർജുമാണ്, നമുക്കറിയാം. അപ്പോൾ തുറന്ന മനസ്സോടെ ഇനി ഈ ചർച്ചകൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ തുറന്ന മനസ്സോടെ ജോസ് കെ മാണിയെ സ്വാഗതം ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുമല്ലോ അല്ലെ? വ്യക്തിപരമായി പറയട്ടെ, ഇപ്പൊ ഞാൻ പാർട്ടിയുടെ ഒരു ചർച്ചയിൽ ഞാൻ ആധികാരികമായ അഭിപ്രായം പറയുന്ന ആളല്ല. എങ്കിൽ പോലും തീർച്ചയായിട്ടും ജോസ് കെ മാണി BJP-യുടെ ഭാഗമായി കടന്നു വന്നാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ BJP-യിലേക്ക് സ്വാഗതം ചെയ്യും. ശരി, ശ്രീ ഷോൺ ജോർജ് ആണ് ടെലിഫോൺ ലൈനിൽ ഉണ്ടായിരുന്നത്. ശ്രീ ജോർജ് പൊടിപ്പാറ, ഇപ്പൊ PC ജോർജാണ് ആദ്യഘട്ടത്തിൽ ഇന്നലെ ഞങ്ങളുടെ പ്രതിനിധി സ്ത്രീത്തിനോട് സംസാരിച്ചപ്പോൾ PC ജോർജ് പറഞ്ഞത് ജോസ് കെ മാണിയെയും സ്വാഗതം ചെയ്യുന്നു, പക്ഷേ ഈ പാർട്ടി പിരിച്ചുവിട്ടിട്ട് വേണം BJP-യിലേക്ക് വരാൻ. അദ്ദേഹം ചെയ്തതുപോലെ BJP-യിലേക്ക് ഒരു ലയനമൊക്കെ ആയിരിക്കും അദ്ദേഹം ആഗ്രഹിച്ചിട്ടുണ്ടാവുക. പക്ഷെ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. ഒരുപക്ഷെ ഇതൊരു വൈൽഡ് ഗസ്സായി നമ്മൾ കാണാമെങ്കിൽ BJP NDA-യിലേക്ക് വരികയാണെങ്കിൽ കേരള കോൺഗ്രസ് ആയിരിക്കും സ്വാഭാവികമായും കടന്നു വരിക, അതിൻ്റെ ഒരു വിഭാഗമെങ്കിലും. അങ്ങനെ വേണ്ടേ കരുതാൻ? ഉണ്ണികൃഷ്ണ, ഇത് ഇപ്പൊ ഷോൺ ജോർജ് ചൂണ്ടിക്കാണിക്കുന്നത് പോലെ ജോസ് കെ മാണി തീരുമാനമെടുത്താൽ NDA-യിലേക്ക് വരാൻ തീരുമാനമെടുത്താൽ സ്വാഗതം ചെയ്യും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും PC ജോർജിന്റെ നിലപാടുകളാണ് ജോസ് കെ മാണിക്ക് പല തരത്തിലും രാഷ്ട്രീയത്തിൽ പലപ്പോഴും പല പ്രതിസന്ധി ഘട്ടങ്ങളും സൃഷ്ടിച്ചിട്ടുള്ളത്. അദ്ദേഹം പാർട്ടിയിൽ ഉണ്ടായിരുന്ന കാലത്തും പാർട്ടിക്ക് പുറത്തു പോയതിനു ശേഷവും ഏറ്റവും രൂക്ഷമായിട്ട് ജോസ് കെ മാണി അദ്ദേഹത്തിന്റെ പിതാവിനെയൊക്കെ വിമർശിച്ച ആള് എന്നുള്ള അതിൽ 1-ാം നമ്പർ എന്ന് പറയുന്നത് PC ജോർജാണ്. അപ്പൊ PC ജോർജ് കൂടി ഉൾപ്പെട്ട ഒരു മുന്നണിയിലേക്ക് ജോസ് കെ മാണിക്ക് അത്ര എളുപ്പത്തിൽ അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കും വരിക എന്നുള്ളത് ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. അതിനപ്പുറത്തുള്ള ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ LDF-നോടൊപ്പം നിന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ പരിഗണന കിട്ടുമോ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. രണ്ടാമത് അങ്ങനെ നിന്ന് പരിഗണന കിട്ടിയാൽ പോലും വിട്ടുകിട്ടുന്ന സീറ്റുകളിൽ മത്സരിച്ചാൽ ജയിക്കാൻ സാധിക്കുമോ എന്നുള്ള പ്രശ്നമുണ്ട്. അതിനപ്പുറത്ത് UDF-ലേക്ക് പോകാൻ അതിലേറെ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരിക്കൽ വിട്ടുപോന്ന ഞങ്ങളെ പുറത്താക്കിയതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും പുറത്താക്കിയതല്ല, അതിന്റെ നാക്കുപിഴയായിരുന്നു, അത് തിരുത്തുകയും ചെയ്തു. എങ്കിൽ പോലും ഇനി അങ്ങോട്ട് തിരിച്ചു പോവുക എന്നത് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അപ്പുറത്ത് ജോസഫ് ഗ്രൂപ്പ് UDF-ന്റെ ഭാഗമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നു. ജോസഫ് ഗ്രൂപ്പുമായിട്ടുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളാണ് സ്വാഭാവികമായിട്ടും ജോസ് കെ മാണിയെ മുന്നണി മാറാൻ പ്രേരിപ്പിച്ച പ്രധാന വികാരം. ആ നിലയ്ക്ക് അങ്ങോട്ട് ചെന്നാൽ അതൊരു പരാജയമാണ്, കീഴടങ്ങലാണ്. ഗത്യന്തരമില്ലാതെ നിൽക്കക്കള്ളിയില്ലാതെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു എന്ന രീതിയിലുള്ള ഒരു അപമാനം അല്ലെങ്കിൽ ഒരു നാണക്കേട് ചില ഘട്ടങ്ങളിൽ നിന്നെങ്കിലും ഉയരാനിടയുണ്ട്. അപ്പൊ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇതെല്ലാം പരിഗണിച്ച് അങ്ങനെ BJP-യിലേക്ക് പോകാൻ തീരുമാനിച്ചാൽ സ്വന്തം അണികൾ അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്യുമോ? ആ അണികളിൽ കൂടുതലും ക്രൈസ്തവ വിശ്വാസികളാണ്. അവർക്ക് പഴയ അയിത്തൊന്നുമില്ല BJP-യോട്. എങ്കിൽ പോലും അത് എത്ര കണ്ട് അണികൾക്ക് സ്വീകാര്യമാകും? അവരെല്ലാവരും നേതൃത്വത്തിന്റെ തീരുമാനം അംഗീകരിച്ച് ആ ലയനത്തെയോ അല്ലെങ്കിൽ ആ ഒരു സഖ്യം ചേരലിനെയോ പിന്തുണയ്ക്കുമോ? കത്തോലിക്ക ബിഷപ്പുമാരുടെ അതുപോലെ NSS-ന്റെ ഒക്കെ പിന്തുണ കാര്യത്തിൽ ലഭിക്കുമോ? ഇതെല്ലാം വിലയിരുത്തിക്കൊണ്ട് ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് പ്രോസ് ആൻഡ് കോൺസ് ചിന്തിച്ച ശേഷം മാത്രമേ ജോസ് കെ മാണി അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകും. നന്ദി ശ്രീ ജോർജ് പൊടിപ്പാറ. ശ്രീ സജി മഞ്ഞക്കടമ്പൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ സജി, നമ്മൾ ഈ പുറത്തുവിടുന്ന വാർത്ത അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രാഥമികമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക്. അത് എത്രത്തോളം ഏതൊക്കെ തലങ്ങളിൽ എത്തിയിട്ടുണ്ട്? താങ്കൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടോ? അങ്ങനെ ഒരു സാധ്യതയുണ്ടോ? എനിക്കിതുമായി ബന്ധപ്പെട്ട് ധാരണ തോന്നുന്നില്ല. ഏതായാലും അദ്ദേഹം
ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അതൊക്കെ തീരുമാനിക്കേണ്ടത് ദേശീയ ജനാധിപത്യ സഖ്യമാണ്, ആ മുന്നണി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. ഏതായാലും ജോസ് കെ മാണിയെ സംബന്ധിച്ച് അദ്ദേഹം NDA മുന്നിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ സാധ്യതകളുണ്ട്, സ്വീകാര്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത്. പക്ഷെ വരുന്നുണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം. മാത്രമല്ല ഈ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് എടുക്കുന്നുണ്ടോ എന്നുള്ളത് NDA നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കുകയുമില്ല. എങ്കിലും അതിനുള്ളൊരു പ്രാക്ടിക്കലായിട്ടുള്ള മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ. കാരണം BJPയിലേക്ക് വരിക, NDAയിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന NDA സംവിധാനത്തിനാണ്, സ്വാഭാവികമാണ്. ജോസ് കെ മാണിക്ക് ഇപ്പോഴുള്ള മുന്നണിയിൽ നിൽക്കുന്നതിനുള്ള അതൃപ്തികൾ പലതരത്തിലുണ്ട്. രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നു, ലോക്സഭാ സീറ്റ് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ളപ്പോൾ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നണിയായി NDA മാറുന്നതിൽ എന്താണ് കുഴപ്പം? യാതൊരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഏതായാലും ഇന്ന് 3-ാം തവണയും ഇന്ന് കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഉണ്ടാവാൻ പോകുന്നു. തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി ഒട്ടേറെ നേട്ടങ്ങൾ, വികസനങ്ങൾ നേടിയെടുക്കാൻ അത് നരേന്ദ്രമോദി ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വളരെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും ജോസ് കെ മാണി അത്തരത്തിൽ തീരുമാനമെടുത്താൽ അതിനെ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും. ശരി, നന്ദി സജി മഞ്ചക്കടമ്പൻ. ഏതായാലും ശ്രീജിത്ത്, ചർച്ചകൾ തുടരുന്നുണ്ട്. അതിപ്പോൾ ഈ മന്ത്രിസഭാ രൂപീകരണമൊക്കെ കഴിഞ്ഞ്, BJPയുടെ മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ് കുറച്ചുകൂടി മുന്നണി വിപുലീകരണം നേരത്തെ K. സുരേന്ദ്രൻ്റെ അഭിമുഖത്തിൽ പറഞ്ഞു എന്ന് മനസ്സിലാകുന്നുണ്ട്. അതായത് ജോസ് കെ മാണിയുടെ BJPയുടെ വാതിലുകൾ, NDAയുടെ വാതിലുകൾ ജോസ് കെ മാണിക്കായി തുറന്നു കിടപ്പുണ്ട്. LDFൽ പോയത് ആന മണ്ടത്തരമായി പോയി എന്നൊക്കെ പറഞ്ഞതായി കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇനിയും പ്രതീക്ഷിക്കാം പലതും. അതിന് മുൻകൈ എടുക്കുക ഒരു പക്ഷേ ഇത്തരത്തിൽ സമീപകാലത്തായി കേരള കോൺഗ്രസിൽ നിന്നും മധ്യകേരളത്തിൽ നിന്നും മറ്റും BJPയിലേക്ക് വന്ന ന്യൂനപക്ഷ മുഖമുള്ള നേതാക്കൾ തന്നെ ആയിരിക്കും. അതിന് എത്രത്തോളം ജോസ് കെ മാണി തയ്യാറാകും എന്നുള്ളതും കാത്തിരുന്ന് കാണണം. തീർച്ചയായും ജോസ് കെ മാണി സ്വന്തം കാര്യങ്ങൾ, സാഹചര്യങ്ങൾ കൂടി വിലയിരുത്തിയ ശേഷം കൂടിയായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായ തീരുമാനമെടുക്കുക. രാഷ്ട്രീയത്തിൽ ഒന്നും സ്ഥിരമായി അങ്ങനെ ഭാവിയിൽ എന്തെങ്കിലും കിട്ടും എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്നതിലും കഥയില്ല എന്ന് ബോധ്യമുള്ളവരാണ് പൊതുവെ രാഷ്ട്രീയ നേതാക്കൾ. അവർക്ക് ഇപ്പോൾ ഇങ്ങനൊരു അവസരം കിട്ടിയാൽ അത് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവർക്ക് മറ്റു പ്രശ്നങ്ങൾ ഇല്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇങ്ങനൊരു ചിന്തയിലേക്ക് പോകാൻ കാരണം ഈ കേരളത്തിൽ വന്ന BJPക്ക് വന്ന വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ക്രൈസ്തവർ അത്രത്തോളം അകന്ന് നിൽക്കുന്നില്ല, വേണമെങ്കിൽ അടുപ്പിക്കാം, കുറെ ശ്രമിച്ചാൽ അടുപ്പിക്കാം എന്നൊരു വിലയിരുത്തൽ BJPയെ സംബന്ധിച്ചുണ്ട്. BJPക്ക് ഈ തെരഞ്ഞെടുപ്പ് നൽകിയ കോൺഫിഡൻസ് അതാണ്. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടാണ് ജോസ് കെ മാണിയുമായി ചില ഇത്തരം ചർച്ചകളിലേക്ക് കാര്യങ്ങൾ പോയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോസ് കെ മാണിയെ സംബന്ധിച്ചും ഈ തൃശ്ശൂർ ഉൾപ്പെടെ ജയിച്ച ഒരു സാഹചര്യം, അതായത് BJP അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 30 സീറ്റെങ്കിലും പിടിക്കുമെന്നാണ് പറയുന്നത്. ഇത്തവണ 11 അടുത്ത് ഒന്നാമതെത്തി, ഏതാണ്ട് ബാക്കിയുള്ളിടത്ത് ആകെ 20 സീറ്റോളം അങ്ങനെ കിട്ടുന്ന വളരെ പോസിറ്റീവ് സാധ്യതയുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചുകൂടിയാണ് ഈ ഒരു ചർച്ചകളിലേക്ക് പോകുന്നത്. അങ്ങനെ തോമസ്, മധ്യകേരളത്തിൽ BJPയിലേക്ക് ജോസ് കെ മാണി പോകത്തക്ക വിധമുള്ള ഒരു രാഷ്ട്രീയ മാറ്റത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ടോ? അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് ഏറ്റവും കൂടുതൽ കേന്ദ്രമന്ത്രിസ്ഥാനം, MP സ്ഥാനമൊക്കെ വാഗ്ദാനമുണ്ട് ജോസ് കെ മാണിക്ക് എന്നാണ് അറിയുന്നത്. അതിനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമുണ്ട്? അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എന്തെങ്കിലും ഒരു ചവിട്ടുപടി കിട്ടിയേ പറ്റൂ എന്നുള്ള തോന്നൽ കാണും. കാരണം അവർക്ക് നിലവിൽ ഉണ്ടായിരുന്ന ഒരു ലോക്സഭാ സീറ്റ് വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതും എല്ലാ പത്രങ്ങളും മീഡിയകളും എഴുതി കേരള കോൺഗ്രസുകൾ തമ്മിൽ ഉള്ള പോരാട്ടമാണ് എന്ന് വ്യക്തമായിട്ട് എഴുതിയിരുന്നു. ശരിയാ, കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള പോരാട്ടത്തിൽ കേരള കോൺഗ്രസ് എന്ന ഒറിജിനൽ പേരുള്ള 64 കാലത്ത് പാർട്ടി ഉണ്ടായപ്പോൾ ഉള്ള ആ പേരിന്റെ കാരണക്കാരായ ആളുകൾ, PJ ജോസഫ് നേതൃത്വം നൽകുന്ന പാർട്ടി ഇന്ന് ആ മത്സരത്തിൽ വൻ വിജയം കരസ്ഥമാക്കി എന്ന് പറയുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തല കുനിച്ച് നിൽക്കാനുള്ള ഗതികേടിലായിരിക്കുക. അതിന്റെ കൂടെ ഇപ്പോ രാജ്യസഭാ സീറ്റ് കൂടി ഇല്ലാതായാൽ അവർക്ക് പാർലമെന്റിൽ ഒരു ആള് പോലും ഇല്ലാതാകും. അടുത്ത ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ LDFൽ നിന്നാൽ അവർക്ക് ഒരു സീറ്റ് പോലും നിയമസഭയിൽ കിട്ടും എന്നുള്ള ഉറപ്പുമില്ല. അങ്ങനെ വരുമ്പോൾ എന്താ അവരുടെ സ്ഥിതി? അങ്ങനെ വരുമ്പോൾ അവരെ ഒരു പാർട്ടിയായിട്ട് ഇല്ലാതാകും. പാർട്ടി എന്ന നിലയിലുള്ള ഒരു ഔദ്യോഗിക നിലനിൽപ്പില്ലാതാകും. ഇപ്പൊ കേരള കോൺഗ്രസ് എന്ന പാർട്ടിക്ക് MLA-മാർ 2 ഉണ്ടായിരുന്നുള്ളത് കൊണ്ട് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് അംഗീകൃത പാർട്ടിയാകാൻ പറ്റിയില്ല. പക്ഷെ ഇപ്പോൾ ഞങ്ങൾ ഒരു പാർലമെന്റ് സീറ്റ് ജയിച്ചപ്പോൾ അംഗീകൃത പാർട്ടി കൂടിയായി. അപ്പോൾ അവർക്ക്
അതിനകത്തുള്ള ക്ഷീണം കാരണം അവർ ഏത് സ്റ്റെപ്പും ചിലപ്പോൾ എടുത്തു എന്ന് വരാം. അതിനകത്ത് അതിശയിക്കാനില്ല. എനിക്കറിയില്ല അങ്ങനെ വല്ലതും ചിന്താഗതി ഉണ്ടോ എന്ന്. പക്ഷെ അതുപോലെ തല മുട്ടിനടിയിലേക്ക് താഴ്ത്തി നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിക്ക് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഏത് നിലയിൽ അവർ പോയാലും അത് അവരുടെ പിടിച്ചു നിൽക്കാൻ മാർഗമില്ലാത്തത് കൊണ്ട് പോയതാകും എന്ന് തോന്നാനുള്ള ഒരു സാധ്യത എന്റെ മനസ്സിൽ തോന്നുകയാണ്. നന്ദി ശ്രീ പി എസ് തോമസ്. ശ്രീജിത്ത്, നമ്മൾ മനസ്സിലാക്കുന്ന ഈ കോട്ടയത്തെ LDF സംഘടനാ സംവിധാനത്തിലും ചില അസംതൃപ്തികൾ ഉണ്ടല്ലോ. ഇപ്പോൾ നഗരസഭാ ഭരണവുമൊക്കെ ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 12 മണിക്ക് ഞാൻ മനസ്സിലാക്കുന്ന അവർ ഈ പ്രസ് ക്ലബിൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അത്തരത്തിലുള്ള അതൃപ്തികളും മറ്റും ഒരുപക്ഷേ ഇതിനുള്ള കാരണമായാൽ ഈ സംഘടനാ സംവിധാനത്തിൽ MP MLA സ്ഥാനത്തിനപ്പുറമുള്ള ചില അസ്വാരസ്യങ്ങൾ. കാരണം ഇപ്പോൾ സുരേന്ദ്രൻ ഒരു ചാനലിനോട് പറഞ്ഞത് LDFിലേക്ക് പോയത് മണ്ടത്തരമായി കേരള കോൺഗ്രസ് എന്നുള്ളതാണ്. സുരേന്ദ്രന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം. ജോസ് കെ മാണിയോട് സത്യസന്ധമായി പറഞ്ഞാൽ ഈ LDFിലേക്ക് പോകുന്നത് ഒരു ആനമണ്ടത്തരമായിരിക്കും എന്നുള്ള കാര്യം അദ്ദേഹം പോയിട്ട് എന്തായി? ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് CPMന് കൂടെ പോയിട്ട് എന്തായി? ഒന്നും ആയിട്ടില്ല. ഒരു ചലനവും അവർക്കുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ആ ഘട്ടത്തിൽ ഞങ്ങളെ കൂടിയായിരുന്നു വന്നിരുന്നതെങ്കിൽ ഇന്ന് സീറ്റ് കയ്യിലിരുന്നേനെ കോട്ടയം. മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ നടക്കുമായിരുന്നു. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആലോചനകളും ചിന്തകളും ഇനി കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇത്തരത്തിലുള്ള ആലോചനയും ചിന്തയും ജോസ് കെ മാണിയുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിരുന്നാണ് കേട്ടത്. അങ്ങനെയൊക്കെ ഉണ്ടായി. ഞാൻ പറഞ്ഞത് ജോസ് കെ മാണി ഇങ്ങനെ ഒരു ചരിത്രപരമായ മണ്ടത്തരം അന്ന് സ്വീകരിക്കുന്നതിന് പകരം തിരിച്ചായിരുന്നു സ്വീകരിച്ചിരുന്നതെങ്കിൽ എന്ന് നിങ്ങൾ ആലോചിക്കുക. അപ്പോൾ അതുകൊണ്ട് സാധ്യതകൾ വളരെ. സുരേന്ദ്രന്റെ വാക്കുകളാണ് കേട്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ശ്രീജിത്ത്, അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. BJPക്ക് സ്വാഭാവികമായും വലിയൊരു പ്ലസ്സാണ് ജോസ് കെ മാണിയുടെ വരവ്. ചർച്ചകളുടെ സാധ്യതകൾ സുരേന്ദ്രൻ തുറന്നു പറയുന്നില്ല എങ്കിൽ പോലും അങ്ങനെ സംഭവിച്ചേക്കാം എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ നേട്ടങ്ങളും ജോസ് കെ മാണിക്കുണ്ടാകുന്ന നേട്ടങ്ങളും എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ LDFിന്റെ സംഘടനാ സംവിധാനത്തിലുള്ള ചില അസ്വാരസ്യങ്ങളൊക്കെ ജോസ് കെ മാണിയെ ഒന്ന് മാറ്റി ചിന്തിപ്പിച്ചാൽ അത്ഭുതപ്പെടാനില്ല. തീർച്ചയായും രഞ്ജിത്ത്, അത് മാത്രമല്ല, ഇപ്പോൾ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് അതിന്റെ നിലനിൽപ്പ് വളരെ പ്രധാനപ്പെട്ടതാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ UDFിലേക്ക് വീണ്ടും മടങ്ങി പോകുമ്പോൾ ഇപ്പോൾ തന്നെ K സുധാകരൻ മാത്രമാണ് ജോസ് കെ മാണിയെ സ്വീകരിക്കുന്നത്. അപ്പുറത്ത് VD സതീശൻ അതിനെ പൂർണ്ണമായും ഞങ്ങൾ അങ്ങനെ ഒരു ആലോചനയും നടത്തിയിട്ടില്ല, അതിനെക്കുറിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് തട്ടിമാറ്റുകയാണ്. അതായത് കോൺഗ്രസ് സംസ്ഥാനത്തൊട്ടാകെ വിജയിച്ചപ്പോൾ ജോസ് കെ മാണി തന്നെ വേണമെന്നില്ല എന്നൊരു മൂഡിലേക്ക് അവരും എത്തുന്ന സ്ഥിതിവിശേഷമുണ്ട്. പിന്നെ ജോസ് കെ മാണി തിരിച്ച് വല്ലാതെ അങ്ങോട്ട് പോയി കയറേണ്ടി വരുന്ന സ്ഥിതിവിശേഷമുണ്ട്. അത് ജോസ് കെ മാണി ആഗ്രഹിക്കുന്നില്ല. കാരണം അവരെ പുറത്താക്കി എന്ന് തന്നെയാണ് കേരള കോൺഗ്രസ് എം നടത്തുന്ന പ്രതികരണങ്ങൾ. അങ്ങനെ പുറത്താക്കിയവിടത്തേക്ക് അവരുടെ ക്ഷമണമില്ലാതെ, പൂർണ്ണ സമ്മതമില്ലാതെ തിരിച്ചു പോവുക എന്നുള്ളതും അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഭാവിയിൽ രാഷ്ട്രീയമാണ്, എന്ത് വേണമെങ്കിൽ സംഭവിക്കാം. പക്ഷേ അതൊക്കെയാണ് ഇപ്പോൾ ഉള്ള പ്രശ്നം. ഈ അവസരങ്ങളെല്ലാം മനസ്സിലാക്കിയാണ് BJP ഒരു മുഴം മുന്നേ എറിയുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിലെന്തെങ്കിലും അന്തിമ ചർച്ചകളിലേക്ക് എത്തിയിട്ടില്ല. BJPയും ആഗ്രഹിക്കുന്നുണ്ട് ജോസ് കെ മാണി ഒപ്പം എത്തിയാൽ എന്നുള്ളതാണ് വളരെ കൃത്യമായ K സുരേന്ദ്രന്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ജോസ് കെ മാണിയുടെ തീരുമാനം തന്നെയാണ് അന്തിമം. പലതരത്തിലുള്ള വരായികകളെല്ലാം പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ വ്യക്തത വരിക. അതിന് സംസ്ഥാനത്ത് നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, പ്രത്യേകിച്ച് രാജ്യസഭാ സീറ്റിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ഇതെല്ലാം പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ വൈക്കം പോലൊരു മണ്ഡലത്തിൽ വലിയ ഇടത് കോട്ടയാണ് വൈക്കം. അവിടെ കേവലം 5000 വോട്ടിന്റെ ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയത്. തൊട്ടിപ്പുറത്തെ ഏറ്റുമാനൂർ മന്ത്രിയുടെ മണ്ഡലമാണ്. അവിടെയും ഒന്ന് പിടിച്ചു നിൽക്കാൻ പോലും ആകാതെ തോറ്റുപോകുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അതായത് CPM വോട്ടുകൾ അടക്കം ചോർന്നു എന്ന വിലയിരുത്തൽ കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ചുണ്ട്. ഇടതുപക്ഷ വോട്ടുകൾ ചോർന്നു എന്ന് ജോസ് കെ മാണി അന്ന് തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുകയും ചെയ്തതാണ്. അത്തരം സാഹചര്യങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ടതാണ്. അവിടെയാണ് ഒരു തളികയിൽ കേന്ദ്രമന്ത്രി പദവും രാജ്യസഭാ MP സ്ഥാനവും ഒക്കെ വെച്ച് നീട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുമോ ജോസ് കെ മാണി എന്ന സംശയം ബാക്കിയാകുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി LDFിൽ നടക്കുന്ന ചർച്ചകൾ, തുടർന്നുണ്ടാകുന്ന സംഭവവികാസങ്ങൾ, ഇവയെല്ലാം പ്രധാനപ്പെട്ടതായിരിക്കും. പക്ഷേ BJP അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് സ്ഥിരീകരിച്ച് നൽകാൻ കഴിയുന്ന വിവരം. ഇക്കാര്യത്തിൽ ജോസിന്റെ തീരുമാനം ഇനി വരുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചായിരിക്കും ഉണ്ടാകുക.
രഞ്ജിത്ത്. അതാണ് സാഹചര്യം. ഏതായാലും ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകൾ BJPക്ക് അനുകൂലമായി പോൾ ചെയ്തു എന്നുള്ള വിലയിരുത്തൽ ഉണ്ട്. ഏതാണ്ട് 20% NDA മുന്നണിക്ക് മൊത്തത്തിലുള്ള വോട്ട് പെർസെൻറ്റേജ്. അത് ഒരു വലിയ വർധനമായി ആ പാർട്ടി കാണുന്നു. ഒരു മണ്ഡലത്തിൽ ജയിക്കുന്ന പശ്ചാത്തലം തൃശ്ശൂർ പോലെ ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ഒരു മണ്ഡലത്തിൽ വിജയിക്കുന്നു. തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരുന്ന സാഹചര്യം ഒരുങ്ങുന്നു. മിക്ക മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിക്കുന്നു. മധ്യ കേരളത്തിലടക്കം BJPയുടെ വലിയ സ്വാധീനം ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ BJPയെ പുതിയ ചർച്ചകൾക്കുള്ള ഊർജം പകരുന്ന ഒന്നായി മാറുന്ന പശ്ചാത്തലമുണ്ട്. അവിടെയാണ് ജോസ് കെ മാണിയെ പോലെ ഒരു അതികായനെ, മാണി സാറിൻ്റെ പാർട്ടിയെ BJP പാളയത്തിലേക്ക്, NDA പാളയത്തിലേക്ക് എത്തിക്കാനുള്ള അതിതീവ്ര ശ്രമങ്ങൾ പുരോഗമിക്കുന്നത്. G. ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇടവേളയ്ക്ക്